പ്രിയപ്പെട്ടവരെ, നമ്മുടെ പൊതുപരീക്ഷാ റിസൾട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ വിജയിച്ച കുട്ടികൾക്കൊക്കെ ഒരു അഭിനന്ദന പോസ്റ്റർ നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളത് കുട്ടികൾക്ക് വളരെ സന്തോഷമായിരിക്കും, അവർക്കൊരു പ്രോത്സാഹനം കൂടിയായിരിക്കും. എന്നാൽ ക്ലാസ്സിൽ ഓരോ കുട്ടികൾക്കും അത് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനൊരു എളുപ്പവഴിയായിട്ടാണ് ഇപ്പോൾ മദ്രസ ഗൈഡ് വന്നിരിക്കുന്നത്. മദ്രസ ഗൈഡിൻ്റെ ഈ ഒരു പോസ്റ്റിൽ വന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം കാണാൻ കഴിയും. അപ്പോൾ ഇത് നമ്മളെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഈ മെസ്സേജിൻ്റെ കൂടെയൊക്കെ ഇതിൻ്റെ ലിങ്കുകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വന്നിട്ട് നിങ്ങളിവിടെ ആദ്യം തന്നെ ലൈക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ഈ സാധനം ഉപകാരപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടാകും, അവർക്ക് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്ക് അഭിനന്ദന പോസ്റ്റർ നിർമ്മിക്കാൻ എളുപ്പവഴി എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു സംഭവമുണ്ട്. ഇതിൽ നമ്മൾ ഒരു ഫോട്ടോ ആഡ് ചെയ്യുക. കുട്ടികളുടെ ഫോട്ടോ നമ്മൾ നേരത്തെ എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു ഡെമോ ഫോട്ടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് അത് എടുത്ത് വെക്കുക. എന്നിട്ടൊരു ഫോട്ടോ ആഡ് ചെയ്യുക അതിന്. എന്നിട്ട് നമുക്ക് ആവശ്യമായ രൂപത്തിൽ അതിനെ ക്രോപ്പ് ചെയ്ത് വെക്കുക. എവിടെയാണോ എത്രയാണോ ഭാഗം നമുക്ക് ആവശ്യമുള്ളത് അത്രയും ഭാഗം നമ്മളിങ്ങനെ ക്രോപ്പ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് കുട്ടിയുടെ പേര് നമ്മളിവിടെ ആഡ് ചെയ്യുന്നു. എന്താണ് പേര് എന്നുള്ളത് നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നു. മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ഒക്കെ കൊടുക്കാൻ പറ്റും. അങ്ങനെ നല്ല രൂപത്തിൽ ഇവിടെ ഒരു പേര് കൊടുക്കുന്നു, കുട്ടിയുടെ പേര് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് കുട്ടിക്ക് എന്ത് റാങ്കാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ആ റാങ്ക് കൊടുക്കുന്നു. ടോപ്പ് പ്ലസ് ഉണ്ട്, ഡിസ്റ്റിങ്ഷൻ, അതുപോലെ ഫസ്റ്റ് ക്ലാസ്, ഉയർന്ന മാർക്കിനൊക്കെ ഓപ്ഷൻ ഉണ്ട്, ഏതാണ് കിട്ടിയതെന്ന് കൊടുക്കുന്നു. എന്നിട്ട് കുട്ടിക്ക് എത്ര മാർക്കാണ് കിട്ടിയത് അതിവിടെ ആഡ് ചെയ്യുന്നു. ഇപ്പോൾ 497 മാർക്കാണ് കിട്ടിയെങ്കിൽ അതുപോലെ തന്നെ പരമാവധി മാർക്ക് എത്രയാണെന്നുള്ളത് ആഡ് ചെയ്യുന്നു. 500 മാർക്ക്, 497 മാർക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് എത്രയാണെന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് ഒരു മദ്രസയുടെ പേര് കൂടി കൊടുക്കുക. ഏതെങ്കിലും നിങ്ങളുടെ മദ്രസ ഏതാണോ അതുപോലെ കൊടുക്കുക. ഇസ്ലാം അതേ രൂപത്തിൽ മദ്രസയിലെ മലയാളത്തിലേക്ക് ഇതാണ് മദ്രസയിലെ എന്നുള്ളതൊക്കെ കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ ഏത് രൂപത്തിലാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് നോക്കാം. നമുക്ക് ഇവിടെ നിന്ന് പോസ്റ്റർ നിർമ്മിച്ച് നോക്കാം എങ്ങനെയാണ് വരിക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റർ നിർമ്മിച്ചാൽ ഇതേ രൂപത്തിലൊരു പോസ്റ്ററാണ് വരിക. സമസ്ത പൊതുപരീക്ഷയിൽ ടോപ്പ് പ്ലസ് നേടി വിജയിച്ച മുഹമ്മദ് അലി. ഇവിടെ മുഹമ്മദ് അലിക്ക് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ ഇതാണ് കൊടുക്കണം, നല്ലതാണ്. നൂറുൽ ഇസ്ലാം മദ്രസ സ്റ്റാഫ് ആൻഡ് മാനേജ്മെൻറ്റിൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. അപ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ ആ രൂപത്തിൽ, ഇപ്പോൾ ഇതൊക്കെ ഇവിടെ ഓൾറെഡി ഉള്ളതാണ്. നിങ്ങൾ കൊടുത്ത കാര്യത്തിൽ എന്തെങ്കിലും വേണമെങ്കിൽ മാറ്റം വരുത്താൻ പറ്റും. അപ്പോൾ ആ രൂപത്തിലൊക്കെ മാറ്റി വേണമെങ്കിൽ തന്നെ ഈ പോസ്റ്റർ പൂർത്തിയാക്കുന്നതിന് മുമ്പ് നമുക്ക് ഇനി ഇവിടെ വേണമെങ്കിൽ മാറ്റം വരുത്താം. അപ്പം ആ രൂപത്തിൽ മാറ്റമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാറ്റം വരുത്തി ചെയ്ത് കൊടുക്കാം. അങ്ങനെ വേണമെങ്കിൽ കൊടുക്കുക. എന്നിട്ട് ഇവിടെ രണ്ടാമത് കൊടുത്താൽ ആ ഒരു മാറ്റം മാത്രം വന്നിട്ടുണ്ടാവും. ഈ ഒരു സംവിധാനം മനോഹരമായിട്ട് ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ ഇവിടെ ഇതിപ്പോൾ ഒരു മദ്രസയിലെ സ്റ്റാഫിന് ചെയ്യാൻ പറ്റിയ സംഭവമാണ്. ഇനി രക്ഷിതാക്കൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ആ രൂപത്തിൽ ചെയ്യാനുള്ളൊരു സംവിധാനമുണ്ട്. അപ്പം അതൊക്കെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക.